ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചട്ടം അധികൃതരുടെ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് 18നോട്. കൊടും കുറ്റവാളികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണം, ജയിലുകളിൽ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും ജയിലുകൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് 18നോട് പറയുന്നു. സർക്കാർ നിയോഗിച്ച കമ്മീഷനിലെ അംഗമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഏറെ വിവാദമായ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളുണ്ടായി, ഇനി എന്ത് അക്കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി അടക്കം നടപടികൾ സ്വീകരിക്കുക, എന്താണ് ജയിലുകളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ പഠിക്കാനും പരിശോധിക്കാനുമായി രണ്ടംഗ കമ്മീഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ മുൻ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസിനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊപ്പം ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചേരുന്നു. സാറ്, ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇനി എന്താണ് ഉടൻ ചെയ്യാൻ പോകുന്നത്? അല്ല, മുഖ്യമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ടേംസ് ഓഫ് റെഫറൻസാണ്. എന്തെല്ലാമാണ് പരിഗണനാ വിഷയങ്ങൾ, അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ജോലി തുടങ്ങാനായിട്ട്. പിന്നെ ജയിലുകൾ സന്ദർശിക്കേണ്ടി വരും. പ്രധാനമായിട്ടും ഈ ഇൻസിഡൻ്റ് ഉണ്ടായ സെൻട്രൽ പ്രിസൺ കണ്ണൂർ, പിന്നെ ഞാൻ ഇതിനു മുമ്പ് ജയിൽ കമ്മീഷനായിട്ടിരുന്നിട്ടുണ്ട്, ചെയർമാനായിട്ടിരുന്നിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജയിലിനെക്കുറിച്ച് പൊതുവെ ഒരു ധാരണ എനിക്കുണ്ട് പല കാര്യങ്ങളും. ഞാൻ പറയാമല്ലോ, കേരളത്തിലെ ജയിൽ പോലീസ് സംവിധാനമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് തടയാൻ, ഇതിനി ആവർത്തിക്കാണ്ടിരിക്കാനാണ് ഗവൺമെൻറ് ഈ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പം ഫോക്കസ്, ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ജയിലിലെ സുരക്ഷയാണ്. ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടരുത്. നിയമ സംവിധാനത്തിന് അനുകൂലമായ ആശ്രിതമായിട്ട് അവിടുന്ന് പെരുമാറണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊന്ന്, അതീവ സുരക്ഷാ ജയിലിൽ ഒരെണ്ണം പ്രത്യേകം വിയൂരുണ്ട്. അപ്പം കൊടും കുറ്റവാളികളെ, ഇങ്ങനെയുള്ള ജയിൽ ചാടാനും മറ്റും ശ്രമിക്കുന്നവരെ ഇടാനായിട്ട് അങ്ങനത്തെ ഒരു ജയിൽ ഉപയോഗിക്കും. അപ്പോൾ അതല്ലേ ഗവൺമെൻറ് ഈ പ്രതിയെ തന്നെ, ഈ കുറ്റം ചെയ്ത ആളെ തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ വിയ്യൂരിലാക്കിയെന്ന് പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു. അപ്പോൾ ഞങ്ങളതെല്ലാം പരിഗണിക്കും. ബാക്കിയുള്ള ജയിലിലെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാണ്ടിരിക്കാൻ എന്തെല്ലാം നടപടികൾ എടുക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കും. ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവർ തന്നെ പല ജോലികൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുക, ജയിലിനകത്തുള്ള സാഹചര്യങ്ങളുണ്ട്. ജയിൽ ചാട്ടത്തിന് വേണ്ടി ഇപ്പോൾ ഗോവിന്ദച്ചാമി തന്നെ അതിനകത്ത് ടൂളെല്ലാം അദ്ദേഹം തന്നെ അതിനകത്തുനിന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതെ, ജയിലിലെ ജയിൽ തടവുകാരാണ് ജയിലിലെ ജോലികൾ ചെയ്യുന്നത്, മുഖ്യമായിട്ടും അടുക്കള. അതുകൂടാതെ ഇപ്പോൾ അവർ ചപ്പാത്തി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി വിൽക്കുന്നു, അങ്ങനെ വ്യവസായമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ജയിലുകളിൽ, സെൻട്രൽ ജയിലുകളിലൊക്കെ. അപ്പം അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ടൂൾസ്, ഈ അടുക്കള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതെല്ലാം ആയുധങ്ങളാണ്. കത്തി, വാക്കത്തി, അതുപോലെ കോടാലി, ഇങ്ങനെയുള്ള വലിയ ശക്തിയായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ്. അതിൻ്റെ എല്ലാം ദുരുപയോഗം തീർച്ചയായിട്ടും അപകടം വരുത്തി വയ്ക്കും, അല്ലെങ്കിൽ ജയിലിൻ്റെ സുരക്ഷയെ ബാധിക്കും. അപ്പോൾ അതിലൊക്കെ നല്ല നിയന്ത്രണങ്ങൾ വേണം. ജയിലിലെ അടുക്കളയിലെ പെരുമാറ്റം, ആ ആയുധങ്ങൾ തിരിച്ചു വയ്ക്കുക, രാത്രിയിൽ അടുക്കളയൊക്കെ അടയ്ക്കുമ്പോൾ എല്ലാ ടൂൾസും തിരിച്ചു വച്ചിട്ടുണ്ടോ, ഇതെല്ലാം നോക്കണം. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ജയിൽ അധികൃതർ മുൻകരുതലെടുക്കണം, എന്തെല്ലാം സംവിധാനം, ആധുനിക സംവിധാനങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ നിരീക്ഷണ ക്യാമറകളുണ്ട്, അതുപോലെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സംവിധാനം ഉണ്ട്. പിന്നെ ഒരിക്കലും ജയിൽ ചാടാനൊരു സാഹചര്യം ഉണ്ടാകരുത്. പിന്നെ ജയിലിൻ്റെ ക്യാബിനുകളെല്ലാം വളരെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കണം. അതിൻ്റെ കമ്പിയൊക്കെ മുറിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും മുറിച്ചു തീർക്കാൻ പറ്റിയില്ല. അതെല്ലാം ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടാണ് കാലക്രമേണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു വീഴ്ച അത്തരം കാര്യങ്ങളുണ്ട് എന്ന് തന്നെ. അല്ല, ജയിലധികൃതരുടെ അടുത്തുനിന്ന് വീഴ്ച ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാര്യം അല്ലെങ്കിൽ ഒരിക്കലും ഒരു ജയിലിൻ്റെ അഴി അറുത്ത് ഒരു പ്രതി പുറത്തു പോകാൻ സാധിക്കരുത്. അപ്പോൾ അതൊക്കെ ഒരു ശ്രദ്ധക്കുറവാണ്. അതിനെക്കുറിച്ച് ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ആരാണിതിലെ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കാനോ അങ്ങനെ ഒരു എൻക്വയറി ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ മാത്രമേ അറിയാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാരിൻ്റെ മുൻഗണന. അപ്പം അതുകൊണ്ട്
ജയിലിലെ സംവിധാനങ്ങൾ എത്ര നല്ല രീതിയിലാക്കാനൊക്കും, എത്ര രീതിയിൽ മെച്ചപ്പെടുത്തണം, ഇതൊക്കെ ആയിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത്തരം ഈ ജയിൽ ചാട്ടത്തെ തുടർന്ന് ഇപ്പോൾ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു. അത് ടേംസ് ഓഫ് റെഫറൻസിലെ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കും, അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക. എങ്കിൽ കൂടിയും ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് സംബന്ധിയായ കാര്യങ്ങളിൽ തീർച്ചയായും ഇനിയും അത്തരം മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. യെസ്, ഡാനി പോൾ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, സർക്കാർ നിയോഗിച്ച 2 അംഗ സമിതിയിൽ അതിലൊന്ന് മുൻ ഡി ജി പി ജാക്കബ് പുന്നീസാണ്, മറ്റൊന്ന് രാമചന്ദ്രൻ നായരാണ്. രാമചന്ദ്രൻ നായർ മുമ്പും പല കമ്മീഷനുകളിലും ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. സർക്കാരിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളി അങ്ങേയറ്റം രാഷ്ട്രീയ പഴികേട്ട ഈ സംഭവത്തിൽ ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നതിന് പ്രാഥമിക നിരീക്ഷണമായി തന്നെ CN രാമചന്ദ്രൻ നായർ പറയുന്നത് അതിൽ ജയിൽ അധികൃതരുടെ വീഴ്ചയാണ് അദ്ദേഹം പരാമർശിച്ചു പോകുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് വളരെയധികം നിർണായകമായിരിക്കും. ഇതിൻ്റെ അന്വേഷണ നടപടികളും അടുത്ത ഘട്ടങ്ങളും എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സജിത്ത്, ഇതിൽ പ്രധാനമായും ടേംസ് ഓഫ് റെഫറൻസ് നൽകേണ്ടതുണ്ട്. എങ്കിലും അവർക്ക് ഒരു ഊഹമുള്ളത് ഇത് എങ്ങനെയാണ് ജയിൽ ചാട്ടം, ഇത് സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി അതിൽ വിവരശേഖരണം നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇതിൽ ആരുടെ വീഴ്ച വന്നിരിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരു ജയിലിൽ നിന്ന് ഒരു പ്രതിക്ക്, അതും ഒരു അംഗവൈകല്യമുള്ള ഒരാൾക്ക് ഈ രീതിയിൽ രക്ഷപ്പെടാൻ കഴിയുന്നത് എങ്ങനെയെന്നത് സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എല്ലായിടത്തും തന്നെയുണ്ട്. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ജയിലിലെ കമ്പികൾ, അഴികൾ ഇതെല്ലാം തന്നെ മുറിച്ചു മാറ്റുക, ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതെല്ലാം തന്നെ എല്ലാ ദിവസവും പരിശോധിക്കേണ്ട കാര്യങ്ങളിലാണ് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്ന പ്രതികൾ നിസ്സാരക്കാരല്ല, വലിയ കുറ്റവാളികളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരുടെയൊക്കെയാണ് വീഴ്ച വന്നിട്ടുള്ളത്, ഈ ജയിലിലെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇത് പ്രാഥമികമായും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെയാണ് മറ്റു ജയിലുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നത് പറയുന്നു. നേരത്തെയും ഒരു റിപ്പോർട്ട് നൽകിയതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹം കൂടി അംഗമായിരുന്നു അതിൽ. അപ്പോൾ അതിൽ എന്തെല്ലാം നടപടികൾ ഉണ്ടായി എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇനി ജയിൽ ചാട്ടം അതൊരിക്കലും സാധ്യമാകാത്ത രീതിയിൽ തന്നെ പഴുതടച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, പുതിയ സംവിധാനങ്ങൾ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, കുറ്റമറ്റ രീതിയിലാണോ, അതോ ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നുണ്ടോ, ഒപ്പം നിരീക്ഷണ ക്യാമറകൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ CN രാമചന്ദ്രൻ നായർ അടക്കമുള്ള കമ്മീഷന് മുന്നിൽ വലിയ ദൗത്യമാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം, പ്രത്യേകിച്ച് കണ്ണൂർ ജയിലിൽ നിന്നുള്ള ജയിൽ ചാട്ടം വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർത്തതാണ്. ഈ ജയിൽ ചാട്ടം എങ്ങനെ ഉണ്ടായി, ഇത് സംബന്ധിച്ച് സംഭവിച്ച വീഴ്ചകൾ സർക്കാർ നിയോഗിച്ച സമിതി, കമ്മീഷൻ സർക്കാരിന് മുന്നിൽ റിപ്പോർട്ടായി സമർപ്പിക്കും.